ഗുഡ് മോർണിംഗ്. ഏതാ സ്ഥലം? നമ്മുടെ സാക്രമെന്റോ. ലോഡെല്ലാം കിട്ടിയോ? ഒരു ലോഡ് കിട്ടിയില്ല. രണ്ടാമത്തേക്ക് ലോഡ് ആണോ? ഒരു 70 കിലോമീറ്റർ. ഞാൻ ഇന്നലെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് 6 മണിയായി. എണീക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പിന്നെ രാവിലെ നോക്കിയപ്പോൾ തന്നെ 5 മണിയൊക്കെ. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തിന് ഇങ്ങനെ എന്നാൽ പിന്നെ ഇച്ചിരി കിടക്കാന്നൊക്കെ നേരത്തിന് മെസ്സേജ് വന്നു, സെൻഡിങ് ഡിസ്പ്ലേ. പിന്നെ സമയം ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ എനിക്ക് എത്രയോ 1.5 മണിക്കൂറിൻ്റെ ഉള്ളായിരുന്നു. രണ്ട് പിക്കപ്പാ അല്ലേ? ആൾമണ്ട. ആദ്യത്തെ എവിടുന്നായിരുന്നു പിക്കപ്പ്? മദേര. രണ്ടാമത്തെ എസ്പാർട്ടോയോ അങ്ങനെ നമ്മൾ പോയിട്ടില്ല. മറ്റേ 5 കൂടെ മുകളിലോട്ട് കുറച്ച് പോകണം. നമ്മുടെ ഒരു കമ്പന്തേനിയൊക്കെ സെറ്റപ്പ് അല്ലേ? എല്ലാവരും ഈ ആൽമണ്ട് എടുക്കാൻ വരുന്ന സ്ഥലങ്ങൾ ഫാം ഏരിയ ആയതുകൊണ്ട് നല്ല രസമാണ്. ആദ്യത്തെ സ്ഥലത്ത് വള്ളിയെല്ലാം ഉണ്ടായിരുന്നോ? ഇല്ല, പെട്ടെന്ന് തന്നെ കിട്ടിയല്ലേ? അവിടെ ഒരു പുള്ളിക്കാരത്തി എല്ലാം സെറ്റാക്കി തന്നു. നമ്മുടെ ലോഡ് പോണ ഡൽഹിയിലേക്കാണല്ലോ. ഡൽഹി ഉണ്ടാറിയോ? അവരുടെ വിൻസറിനടുത്തുള്ള സ്ഥലമല്ലേ? ഞാൻ ഡെലിവറി ചെയ്തിട്ട് പോകാൻ പറയോ? പക്ഷെ അതൊക്കെ കിടക്കുന്ന ഡേറ്റ് പറയില്ലേ? ഡേറ്റ് 20-ാം തീയതി കണ്ടല്ലേ അവിടെ? ഇപ്പൊ 15 അവിടെ, അതായത് തിങ്കളാഴ്ച കണ്ടോ ഡെലിവറി. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിഫോർണിയയിലെ എസ്പാർട്ടോ എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ? എസ്പാർട്ടോ മൊത്തത്തിലുള്ള ലക്ഷണം വെച്ചിട്ട് കൃഷിക്കാർ ഇഷ്ടം പോലെ ഉള്ള മൊത്തം കൃഷിയാണ്. നല്ലൊരു കമ്പന്തേനി. കാലിഫോർണിയയിലെ കമ്പന്തേനിയാണിത്. സാർ രാവിലെ എണീറ്റായിരുന്നു അല്ലേ? ഞാനങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഈ സ്ഥിരം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് താമസിച്ചിറങ്ങുന്നതുകൊണ്ട് ഉറക്കം വരണില്ലെന്ന്. ഞാൻ പിന്നെ പെട്ടെന്ന് ഓർത്തു വാഷ്റൂമിൽ എല്ലാം പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പം ഇത്രയും 2 പിക്കപ്പ് വന്നു. എന്നാലും പിന്നെ ആദ്യത്തെ പിക്കപ്പിന്റെ അവിടെ ആണെങ്കിലും വാഷ്റൂമെല്ലാം നല്ല അടിപൊളി ലോഞ്ചൊക്കെ അടിപൊളിയായി. നമ്മുടെ നയാഗ്ര ഓൺ ദ ലേക്ക് എന്ന് പറയുന്ന സ്ഥലം പോയിട്ടുണ്ടോ? അടിപൊളിയല്ലേ? ഇത് നമ്മൾ കോട്ടയം കുമരകം റോഡിലോട്ട് കയറുക. സത്യം. ഇവിടെ വെള്ളത്തിന്റെ പ്രസൻസ് കുറച്ച് കനാലും കൂടെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളം കൂടെ ഉണ്ടെങ്കിൽ സെറ്റ്. ഈ റോഡിന്റെ ഇത് നോക്കുമ്പോഴേ ഒന്നും നോക്കാനല്ല, കറക്റ്റ്. 4 കൊല്ലത്തോളായി നമ്മുടെ നാട്ടിൽ ഈ പല രീതിയിലുള്ള റോഡുകളുള്ളപ്പം അവിടെ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ ഏകദേശമൊക്കെ സാമ്യമായിട്ട് നമുക്ക് തോന്നി. ഇപ്പൊ ഈ മൗണ്ടറൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു റോഡുണ്ട്, മറ്റേ ഹാമിൽട്ടണിൽ പോകുന്നത്, ഡണ്ടാസ് എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മൾ മറ്റേ ചങ്ങനാശ്ശേരിക്ക് കാഞ്ഞിരപ്പള്ളി അത് അത്ര വണ്ടിത്തിരക്ക് അങ്ങനെയില്ല. ആ റോഡിന്റെ ഇത് കാണുമ്പോൾ പാറ്റേൺ ആ സ്റ്റൈലാണ്. അടിപൊളി. അപ്പൊ നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ഫാം ആൻഡ് വെയർ ഹൗസിൽ നിന്നാണ് നമ്മള് അതിന്റെ അവിടെ ഇങ്ങോട്ടൊരു അല്ലേ റോഡ്? ഓക്കെ. ഇത് മുന്തിരി വള്ളികളാ കേട്ടോ അല്ലേ? ഇത് മുഴുവൻ നല്ല വൈഡ് എടുത്തോട്ടോ. നമ്മളങ്ങ് പോകോട്ടെ. നല്ല അടിപൊളി മുന്തിരി കൃഷിയാണ്. ഒരു സൈഡ് നിറയെ. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ട നിറയെ ആൽമണ്ടിന്റെ കൃഷി. ആൽമണ്ട് അല്ലേ സാർ ഇത്? ഇതാണ് കാലിഫോർണിയ. കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കാഞ്ഞിരപ്പള്ളിയാ. എന്തിട്ടാലും വിളയും. വെള്ളത്തിന്റെ ഒരു ഇച്ചിരി കുറവ് മാത്രമേ ഉള്ളൂ. ഹോൾ ട്രക്ക് മസ്റ്റ് വേ ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, എഴുതിയിട്ടുണ്ടോ? കണ്ണു പോയിട്ടില്ല. അവിടം വരെയുള്ള വായിക്കാൻ പറ്റും. അവിടെ ആ റെഡ് എഴുതിയിട്ടുള്ളതാണ്.
ചേടാ നിങ്ങക്ക് ഷോർട്ട് സൈറ്റാ, മറ്റേ അടുത്തുള്ള കാണാൻ ബുദ്ധിമുട്ടുള്ളത്. ചോറ് വാരത്തിന് നമ്മളൊന്നും അറിയത്തില്ല, ചോറാണ് ഇത്രയും ദൂരമുള്ളത്. ഇപ്പൊ സ്കെയിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് പോകാന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ വെയിറ്റ് അറിഞ്ഞിട്ട്. നമ്മളിവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? എല്ലാം ഈ സിമിലർ സെറ്റിംഗ് ആയതുകൊണ്ട് കറക്റ്റ്. വിളിക്കാം. Hi, I'm a truck driver. We are here at the scale. Okay. And Are you picking up? yeah, we are picking up. Okay, I got you right here. Sorry for the delay. Okay. നമ്മളോട് സെക്കൻഡ് ബിൽഡിങ്ങിന്റെ അവിടുന്ന് ലെഫ്റ്റ് പോകാനാ പറഞ്ഞത്. നമ്മള് ചോറ് ചെയ്യുന്നവരെ അങ്ങോട്ടാ പോകും. ആ ശരിയാ. ഇതല്ല, ഇത് ഈ പെട്ടിക്കകത്തെല്ലാം നിറയെ ആൽമണ്ടുകളാ അല്ലേ? ചേട്ടാ ഇവന്മാരോട് എത്ര പാലിട്ടൊന്ന് ചോദിക്കണേ. കാരണം എത്ര പാലിട്ട് എടുക്കണ്ടെന്ന് വല്ലതും അറിയാമോ? അതറിയത്തില്ല. ഇപ്പൊ മറ്റേത് 2 എണ്ണേ ഉള്ളൂ. അപ്പം വെയിറ്റ് ഉള്ളതാണല്ലോ. ഇപ്പൊ ഓൾറെഡി ഇവിടെ കിടക്കുന്നതിന് 4000 വെച്ചുണ്ട്. രണ്ടും ഫ്രണ്ടിൽ അങ്ങനെ വെച്ചേക്കാം. അപ്പൊ ഞാൻ 2 സ്ട്രാപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ സ്ട്രാപ്പ് അഴിക്കണമെങ്കിൽ അഴിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ചേർത്ത് നോക്കാം. ഇതില് അത് തന്നെ ഇവിടുന്ന് നേരെ പോണം. ഞങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ എനിക്ക് തോന്നുന്നു ജോമറ്റുവായുടെ ലാസ്റ്റ് ട്രിപ്പ്. അങ്ങനെ ഈ നമ്മള് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിട്ട് റിവേഴ്സ് പോവാ. അങ്ങനെ അവിടെയാണ് ബൈക്ക്. അതെനിക്ക് ഓർമ്മ. കാരണം അവസാനത്തെ ട്രിപ്പിന് ജോമറ്റോ ഒരു 3-4 എക്സ്ട്രാ സ്ട്രാപ്പ് അങ്ങ് പുറകിലേക്ക് ഇട്ടു. ആണോ? അതായത് ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും വള്ളി വരാൻ സാധ്യതയുണ്ട്. വരിഞ്ഞു പോയി. അപ്പോൾ ഒരു സേഫ്റ്റി കിട്ടാതെ ഞാനിതുപോലെ സാറേ 1-2 മതി എന്ന് പറഞ്ഞത് ഇല്ല, ഇത് അവസാനത്തെ ട്രിപ്പ് കിടക്കട്ടെ എന്ന് പറഞ്ഞുണ്ട് കിട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഒരു കുറവും പറയണ്ട. $18 പാലായിട്ടുണ്ടെന്നാ പറഞ്ഞത്. Signature and date here. ഓക്കെ. സൈഡ് വൈസാ. 2 അടുപ്പിച്ച് വെക്കാതെ മനസ്സിലായി. 2 ഇങ്ങനെ 2 ആയിട്ട് ലോഡ് എടുത്തിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വരുമ്പോൾ പേപ്പറും സ്കെയിലും തരാമെന്ന് പറഞ്ഞു. പോയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്സിൽ വെയിറ്റ് സെപ്പറേറ്റ് എടുക്കാം അവിടെ. മാർക്ക് ഇതേ ഉള്ളോ? മറ്റേ ഇൻവോയ്സ് ഇല്ലേ? അല്ല, അവന്മാർ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വരുമ്പോൾ വെയിറ്റും കൂടെ ഉൾപ്പെടുത്തി തരാമെന്ന് പറഞ്ഞേക്കാം. ഓക്കെ. സ്കെയിൽ ചെയ്തിട്ട് സീലിടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ബാക്കിലത്തെ നമ്മുടെ ഇതുണ്ടല്ലോ ഗേജ് നോക്കുമ്പോൾ സംഭവം ഓക്കെ കേട്ടോ. ആണോ? കറക്റ്റ് 80. കുഴപ്പമില്ല. 90. ഇവിടെ ഫ്രണ്ടിൽ 62 ഉള്ളൂ ഇപ്പം. ഓക്കെ. നമ്മുടെ ഗേജ് ഒക്കെ ആയതുകൊണ്ടാ പിന്നെ റിവേഴ്സ് വന്നിട്ട് കയറണമായിരുന്നു അല്ലേ? അല്ല, ഇങ്ങനെ കയറിക്കോ. എന്നിട്ട് നമ്മളെ വെളിയിൽ ഇറങ്ങിട്ട് റിവേഴ്സ് എടുത്താ വേണമെങ്കിൽ. അവനല്ലേ നിൽക്കുന്നത്. അതെ. കുഴപ്പമില്ല, വേണം നോക്കിപ്പോ. ഇപ്പൊ ഇതിൽ മറ്റേ ഗ്ലാസ്സൊക്കെ കിട്ടിയാലേ, ഈ സംഭവം ഗ്ലാസ്സൊക്കെ കിട്ടിയാലേ ഫ്രണ്ട് മാത്രം കയറി കഴിയും. 12,120. 12. 45,080. 32,900. 960. 77,500. Hi, my name is Matthew. I'm a truck driver. I was loaded and then right now I'm on the scale. It's a load going to Canada. അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ സ്കെയിലും ചെയ്തു. ഇനി അവർ നമുക്ക് കാനഡയിലേക്കുള്ള ഇൻവോയ്സ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളെ തൊട്ട് സൈഡിൽ കണ്ടോ ഇഡിലെ മുന്തിരി ഇങ്ങനെ തളർത്തി നിൽക്കുന്ന സമയമാണ്. നോക്കിക്കേ ചേട്ടാ, വെയിറ്റ് ഓക്കെ അല്ലേ? സാറേ, നമ്മുടെ ഫ്രണ്ടിൽ ഇത്തിരി കൂടുതലുണ്ടോ? അത് 12 അല്ലേ ഉള്ളൂ. 12, 120 ഉള്ളു അല്ലേ? അത് കുഴപ്പമില്ലായിരിക്കും. 13 വരെ വലിയ കുഴപ്പമില്ലാത്ത.
അല്ല അതിപ്പം ഇപ്പൊ ഓടുമ്പോ ഇതിനകത്ത് 65 മുകളിൽ കാണിക്കുന്നില്ലല്ലോ കാണിക്കല്. ഇല്ല 62. ഇവന്മാരുടെ സ്കെയിലും അത്ര പെർഫെക്റ്റ് ആക്കണമെന്നില്ല, ഇച്ചിരി മാറ്റം ഉണ്ടാവാം. പേപ്പർ ഇങ്ങോട്ട് കൊണ്ട് തരുമോ അതോ നമ്മളങ്ങ് പോകണം? ഇല്ല, ഇങ്ങോട്ട് കൊണ്ട് ഫ്യൂ മിനിറ്റ്സിൽ അവൻ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തോണ്ടെങ്കിൽ വന്നേക്കാന്ന് പറഞ്ഞു. ഓക്കെ. Okay. And these are the canapes. Okay, sure. All right. Thank you. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ കൂടെ നമ്മൾ കൊണ്ടുവരുന്ന വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. Said I made up